Hello everyone, welcome back to my channel. ഇന്നത്തെ വീഡിയോ ഇംഗ്ലീഷ് സ്പീക്കിങ്ങിനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാനാണ്. നിങ്ങളിൽ പലവരും ഈ വീഡിയോ കാണുന്ന പലവരും ഇംഗ്ലീഷ് സംസാരിക്കുന്നതിൽ കോൺഫിഡൻസ് കുറവും അല്ലെങ്കിൽ സംസാരിച്ച് തുടങ്ങുമ്പോൾ തന്നെ ഒരു പെർട്ടിക്കുലർ വാക്ക് കിട്ടുന്നില്ല, സ്റ്റക്കായി പോകണം, അതേപോലെ ഗ്രാമർ തെറ്റിപ്പോവും എന്നൊക്കെയുള്ള പേടിയൊക്കെ ഫേസ് ചെയ്യുന്ന ആളുകളായിരിക്കും. അവരോട് എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോ. ഇതിപ്പോ ഇന്ന ഏജ് ഗ്രൂപ്പിൽ പെട്ടവർക്ക് മാത്രമുള്ള വീഡിയോ ഒന്നുമില്ല. ഇപ്പൊ ചെറിയ കുട്ടികൾക്ക് കാണാം, അഡൽട്സിന് കാണാം. അതായത് ഇപ്പോ ചേട്ടന്മാർക്ക്, ചേച്ചിമാർക്ക്, ആന്റിമാർ, അങ്കിൾമാർ ആർക്കാന്ന് വെച്ചാല് ഈ വീഡിയോ കാണാം. ബിക്കോസ് എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് ഈ പറയുന്ന സ്റ്റക്കായി പോകുന്നത്. സംസാരിക്കുമ്പോൾ സ്റ്റക്കായി നമ്മൾ പറയില്ലേ, എനിക്ക് അറിയാം, എനിക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്, പക്ഷെ എനിക്ക് പറയാൻ പറ്റുന്നില്ല. ഇതൊക്കെ നിങ്ങൾ എപ്പോഴും യൂട്യൂബ് വീഡിയോസിൽ കാണുന്ന ക്യാപ്ഷൻസ് ആണ്. അപ്പോ ഈ പ്രോബ്ലംസിന് ഒരു സൊല്യൂഷൻ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഫസ്റ്റ് തന്നെ നിങ്ങളുടെ ചെറുപ്പം ഒന്ന് ആലോചിക്കാം. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ പേപ്പറും പേനയൊന്നും വേണ്ട. ബാക്കിയുള്ള എന്റെ എല്ലാ വീഡിയോസും നിങ്ങളോട് ഞാൻ പേപ്പറും പേനയൊക്കെ എടുത്തിരിക്കാൻ പറയും. പക്ഷെ ഈ വീഡിയോയിൽ എനിക്ക് അതൊന്നും അല്ല പറയാനുള്ള, കേട്ടിരുന്നാൽ മതി. നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ ചെറിയൊരു കുട്ടിയായിരുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ എഴുതാനും വായിക്കാനും ഒന്നും അറിയില്ല, ഒന്നും നിങ്ങൾ പഠിച്ചിട്ടുമില്ല. പക്ഷേ ഒരു ജനിച്ച് കുറച്ച് നാള് കഴിഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ പയ്യെ സംസാരിച്ചു തുടങ്ങും, അല്ലെ? അതായത് ചില ചെറിയ ചെറിയ സ്മോൾ വേർഡ്സ് പറഞ്ഞു കൊടുക്കും. അമ്മ, അല്ലെ, ഇങ്ങനത്തെ ചില വാക്കുകൾ പറഞ്ഞു കൊടുക്കും. അതെങ്ങനെയാണ് പറഞ്ഞു കൊടുക്കണേ? നിങ്ങൾ അവിടെ ഏത് ക്ലാസ്സിൽ പോയിട്ടാണ് പറഞ്ഞു കൊടുക്കണേ? അവിടെ സംഭവിക്കുന്നത് നിങ്ങൾ ലിസൺ ചെയ്യുന്നുണ്ട്. ലിസണിങ് എന്നുള്ള പ്രോസസ്സാണ് ആദ്യം സംഭവിച്ചത്. നിങ്ങളത് കേൾക്കും, കേട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? അത് ഇമിറ്റേറ്റ് ചെയ്യും, അല്ലെ? നിങ്ങളത് കേട്ടത് ഇമിറ്റേറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ അവിടെ സംഭവിക്കുന്നത് ലിസണിങ് എന്നുള്ള പ്രോസസ്സും ഇമിറ്റേഷൻ എന്നുള്ള പ്രോസസ്സുമാണ്. അവിടെ നമ്മളൊരു പുതിയ ലാംഗ്വേജ്, ഇതുവരെ നമുക്ക് അറിയാത്ത ഒരു ലാംഗ്വേജ് ആണ് ഒരു കുട്ടി പഠിക്കുന്നത്, അല്ലെങ്കിൽ ആരെങ്കിലും, അല്ലെ, ഒരു ബേബിയെ കുറിച്ച് എക്സാമ്പിൾ പറയുന്നു, പഠിക്കുന്നത്. അപ്പൊ അവിടെ ലിസ്ണിങ്ങിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അത് ഇമിറ്റേറ്റ് ചെയ്യും, കുട്ടി അത് തന്നെ പറഞ്ഞു നോക്കും. കണ്ടോ? അപ്പൊ അവിടെ ആ രണ്ട് പ്രോസസ്സാണ് അവിടെ നടന്നേക്കുന്നത്. അങ്ങനെയാണ് കുട്ടി എന്താ പറയാ, ആദ്യം ഒന്നോ രണ്ടോ വേർഡ്സ് പറഞ്ഞു തുടങ്ങും, അതിനുശേഷം സെന്റൻസസ് പറയും. കൃത്യമായിട്ട് ഒരു കുട്ടി ജനിക്കുമ്പോ തന്നെ, അല്ലെ ജനിക്കുമ്പോഴല്ല, കുറച്ച് വലുതായി കഴിയുമ്പോ തന്നെ ഒരു സെന്റൻസസ് കൃത്യമായിട്ട് പറയോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. നിങ്ങളുടെ വീട്ടിൽ കുട്ടികളുണ്ട്, അവർ പറയുമ്പോൾ കൃത്യമായിട്ട് പെർഫെക്ഷനിലാണോ പറയുന്നത്? അല്ല. അവർ പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും, വേർഡ്സ് ഉപയോഗിക്കുന്നത് മാറിപ്പോവും. അവര് ഒരു പെർട്ടിക്കുലർ സെന്റൻസ് വെച്ച് തന്നെ പല കാര്യങ്ങൾ പറയാം. അതായത് അവരുടെ തന്നെ പേര് പറഞ്ഞിട്ട് സംസാരിക്കും. എനിക്ക് താ എന്നുള്ളതിന് കൊടുക്ക് എന്നുള്ളതൊക്കെ വെച്ച് പറയും, അല്ലെ? പല കുട്ടികളും, നിങ്ങൾക്ക് അറിയാലോ എക്സാമ്പിൾസ്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ, എവിടെയെങ്കിലും ഒക്കെ കേട്ടിട്ടുണ്ടോ? അപ്പോ അവിടെ എന്താണ്, സെന്റൻസ് പറയുമ്പോൾ തെറ്റിപ്പോവാണ്, അല്ലേ? എന്ന് എഴുതി അവർ പറയാതിരിക്കും, അവര് പിന്നെയും പറയും, പിന്നെയും തെറ്റിക്കും, പിന്നെയും പറയും. അപ്പൊ നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുക്കും, ഇങ്ങനെയല്ല, അതിങ്ങനെയാ പറയേണ്ടത് എന്ന് പറഞ്ഞ് കറക്ഷൻ ചെയ്യും. കണ്ടോ? അപ്പൊ ഈ ഒരു ലാംഗ്വേജ് ലേണിംഗ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് അതിന്റെ പ്രോസസ്. ഫസ്റ്റ് തന്നെ നമ്മളിത് ലിസൺ ചെയ്യുന്നു, അത് നമ്മൾ പറഞ്ഞു നോക്കുന്നു, തെറ്റിക്കുന്നു, പക്ഷെ റിപ്പീറ്റ് ചെയ്ത് പിന്നെയും പറയുന്നു, പിന്നെ അത് കറക്റ്റ് ആവുന്നു. ഇതാണ് ലാംഗ്വേജ് ലേണിംഗ് എന്നുള്ളൊരു പ്രോസസ്. ഇങ്ങനെയാണ് ലാംഗ്വേജ് പഠിക്കുക എന്നുള്ളത് നമ്മളെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആള് നമ്മൾക്ക് തന്നിരിക്കുന്ന ആ ഒരു എബിലിറ്റി. ഇങ്ങനെയാണ് അതിന്റെ പ്രോസസ്സിങ് നടക്കുന്നത്. അപ്പോ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഈ പ്രോസസ് എല്ലാം ചെയ്താലാണ് നല്ലൊരു സ്പീക്കർ ആവുള്ളൂ. ഇതിലൂടെ എല്ലാം നിങ്ങൾ കടന്നു പോകണം. ഇതില് നിങ്ങൾക്ക് വേണ്ടി എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല്, നിങ്ങളിപ്പോ നമ്മുടെ വീഡിയോ കാണുമ്പോൾ ഇപ്പൊ ഞാൻ ബോർഡിൽ ഒരെണ്ണം എഴുതി കഴിഞ്ഞിട്ട് നിങ്ങൾ പറയേണ്ട ജോലി നിങ്ങൾ അവിടെ ഇരുന്ന് പറയണം. എല്ലാ യൂട്യൂബിലും നമ്മൾ കാണുന്നത് എന്ന് പറഞ്ഞാല്, ഇവിടെ ഇംഗ്ലീഷ് സെന്റൻസ് എഴുതും, ഇപ്പുറത്തെ ഇതിന്റെ മലയാളം സെന്റൻസ് എഴുതും, ഇത് ട്രാൻസ്ലേഷൻ നടക്കുന്നു. അവിടെ നിങ്ങൾ പറയുന്നില്ല, ജസ്റ്റ് കാണണേ ഉള്ളൂ, ഓക്കെ ഇതിന്റെ ഇതെങ്ങനെയാണ്. പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളെ കൊണ്ടത് പറയിപ്പിക്കണം. അതായത് നിങ്ങൾ എന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ ചെയ്യേണ്ട കാര്യം, നിങ്ങളത് പറയാനായിട്ട് റെഡി ആയിട്ട് അവിടെ ഇരിക്കണം. നിങ്ങളത്
എന്താ പറയാ, സ്പീക്കിംഗ് എന്നുള്ളതും കൂടി അവിടെ ഇരുന്ന് ചെയ്യണം. അതിനെ പറ്റിയൊരു അറ്റ്മോസ്ഫിയറിൽ ഇരുന്ന് നിങ്ങൾ പഠിക്കാം. ഓക്കെ, ബുക്കും പേപ്പറും ഒക്കെ ആയിട്ട് പേനയൊക്കെ ആയിട്ട് ഇരിക്കുമ്പോൾ നിങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കുക, അതിന്റെ കൂടെ തന്നെ ആർട്ടിക്കുലേഷൻ, ആ ഒരു സ്പീക്കിംഗ് നിങ്ങളത് സംസാരിക്കുക, ഞാൻ പറയുന്ന പോലെ തന്നെ സംസാരിക്കുക. ഓക്കെ, ഞാൻ എന്റെ ഇപ്പൊ മൈ ഫ്രണ്ട് എന്നുള്ള ടോപ്പിക് എടുക്കുകയാണെങ്കിൽ ഞാൻ എന്റെ ഫ്രണ്ടിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിനെ കുറിച്ച് സംസാരിക്കാം. ഡെയിലി റൂട്ടീൻ എന്നുള്ള ടോപ്പിക് എടുക്കുകയാണെങ്കിൽ ഞാൻ എന്റെ ഡെയിലി റൂട്ടീൻ പറഞ്ഞുതരും. എന്നിട്ട് നിങ്ങൾക്ക് അവിടെ സംസാരിക്കാനുള്ള സ്പേസ് തരും. അപ്പൊ നിങ്ങളത് സംസാരിക്കണം. ഓക്കെ, ജസ്റ്റ് കണ്ട് കേട്ട് പോകലല്ല. നിങ്ങൾ ആദ്യം ചെയ്യുന്നത് കേൾക്കുക, ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ട്, ലിസണിങ് നടക്കുന്നുണ്ട്. അതിനുശേഷം നിങ്ങൾ നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യണം, അതായത് സ്പീക്കിംഗ് എന്നുള്ളത് ചെയ്യണം. അത് ചെയ്യാനുള്ള സ്പേസ് തരുമ്പോൾ അത് ചെയ്യാം. ഓക്കെ, നമുക്ക് അങ്ങനെ കുറച്ച് ക്ലാസ്സസ് ചെയ്താലോ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇത് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ ഒരു പ്രോസസ് ചെയ്യാനായിട്ട് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്പീക്കിംഗിൽ ഒരുപാട് ഇംപ്രൂവ്മെന്റ്സ് വരുത്താനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, സോ ഈ ഒരു കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പൊ നമുക്ക് ഉടനെ തന്നെ ഈ പറയുന്ന ഇങ്ങനത്തെ ടൈപ്സ് ഓഫ് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യാം. നിങ്ങൾ കാണാം, പറഞ്ഞ് പഠിക്കാം, എന്റെ കൂടെ തന്നെ പറഞ്ഞ് പഠിക്കാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കോമന്റ് ചെയ്താൽ മതി. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ്.